പരമേശ്വരിയെ നമഃ. നവഗ്രഹ ജ്യോതിഷത്തിന്റെ നേർക്കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2021 പുതുവർഷ ഫലമാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. 2 ഭാഗങ്ങളായുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾ വീഡിയോ ഗാലറി ചെല്ലെങ്കിൽ കാണാവുന്നതാണ്. 3ാമത്തെ ഭാഗമായ മൂല നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള ഫലമാണ് നമ്മൾ പറയാനുള്ളത്. മൂല നക്ഷത്രത്തിന്റെ ഫലം 2021 പുതുവർഷ ഫലം. ധനുക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ്. പുതുവർഷത്തിന്റെ തുടക്കം മോശമാണെങ്കിലും മാറ്റങ്ങൾ കൈവരിക്കുന്ന ഒരു വർഷം തന്നെയാണ്. പ്രത്യേകിച്ച് കർമ്മഭാവത്തിന്, വിദ്യാകടാക്ഷത്തിന്, പഠന രംഗത്ത് പരീക്ഷകള് ഒക്കെ വിജയിക്കപ്പെടുന്ന, തൊഴിൽപരമായ ഗുണഫലം ലഭിക്കപ്പെടുന്ന, വിദേശവാസയോഗ ഫലം കൈവരിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ്. പ്രത്യേകിച്ച് ഭവന നിർമ്മാണം ഉണ്ടാകുക, വാഹനങ്ങൾ മാറ്റിവാങ്ങാനും പുതിയ തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങാനും ഒക്കെ, തുടക്കം കുറിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. പ്രത്യേകിച്ച് സഹോദര ഗുണമുണ്ടാവുകയും ബന്ധുവിയോഗങ്ങൾ അനുഭവപ്പെടുക, ബന്ധുക്കളുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ചില ദോഷകരമായ അവസ്ഥകൾ കടന്നു പോകുന്ന ഒരു വർഷം തന്നെയാണ്. ദൂരയാത്രയും അലച്ചിലുകളും ഉണ്ടാവുക, വിനോദയാത്രയിൽ പങ്കെടുക്കുക, മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗഫലം കൈവരിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായ അരാജകത്തെ ചെറിയ തോതിൽ ബാധിക്കും. വന്ന് തികയുന്ന സാമ്പത്തികം തികഞ്ഞു പറ്റാതെ വരുന്ന ഒരു അവസ്ഥാഫലം കടാക്ഷിക്കപ്പെടാം. അതുപോലെ തന്നെ ശിരോരോഗങ്ങൾ ഉണ്ടാവുക, രക്തസമ്മർദ്ദമായ അസുഖങ്ങൾ, ബ്ലഡ് പ്രഷറിങ് അല്ലെങ്കിൽ കൊളസ്ട്രോള്, പ്രമേഹം, ഇത്തരത്തിലുള്ള രോഗങ്ങൾക്കൊക്കെ തുടക്കം ആവുന്ന ഒരു അവസ്ഥാഫലം കടാക്ഷിക്കപ്പെടുക. ശിരസിന് തലവേദന, അലർജി സംബന്ധ വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ബാധിക്കപ്പെടുകയും ആരോഗ്യക്കുറവുണ്ടാവുകയും സന്താനത്തെ പ്രതി സാമ്പത്തികമായ നഷ്ടങ്ങൾ ബാധിക്കപ്പെടുന്ന, ഭാര്യ കലഹങ്ങൾ സംഭവിക്കപ്പെടുന്ന, ഭാര്യയുമായി ഈശാഘോഷങ്ങളൊക്കെ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സമാധാനത്തിനും ആരോഗ്യപരമായ ഗുണഫലങ്ങൾക്കും രാശിനാഥനായ വ്യാഴ ഗ്രഹത്തെ പ്രീതിപ്പെടുത്തുക. അതുപോലെ തന്നെ പുരുഷ സൂക്താർച്ചന കഴിക്കുക, ഭാഗ്യ സൂക്താർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ മുടങ്ങാതെ തന്നെ കഴിക്കുക. പാൽപായസം, വെണ്ണ, തുളസിമാലയൊക്കെ വഴിപാട് കഴിക്കുകയും ഗ്രഹശാന്തി കാര്യങ്ങൾ വ്യാഴ ഗ്രഹത്തിന് കഴിക്കുകയും ശനിയാഴ്ച ശനി ഗ്രഹത്തിന് വേണ്ടി ഗ്രഹശാന്തി കഴിക്കുക. ശനിയാഴ്ച വ്രതം, വ്യാഴാഴ്ച വ്രതം ഒരിക്കലോടും തന്നെ വ്രതശുദ്ധി എടുക്കുക. ലക്ഷ്മി ഭജനവും ലക്ഷ്മി പൂജയും സർവ്വവിഘ്നങ്ങളും മാറാൻ വേണ്ടി ഗണപതി ഹവനം കറുകൂട്ടിൽ തന്നെ ഗണപതി ഹോമം കഴിക്കുകയും ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി വഴിപാട് പക്ക നക്ഷത്രത്തിലോ കഴിക്കുന്നത് അഭിഷ്ടകാലബ്ധി ഫലം കടാക്ഷിക്കപ്പെടും. അതുപോലെ കൃഷ്ണനായിട്ടുള്ള ആൾക്കാര് വ്യാഴാഴ്ച ദിവസം, ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി എടുക്കുക. സങ്കീർത്തനം 21, 31 ഭാഗങ്ങളൊക്കെ ഒരിക്കലോടുകൂടി വ്രതശുദ്ധിയോടുകൂടി ഭവനത്തിൽ വെച്ച ശുദ്ധിയോടുകൂടി പ്രാർത്ഥനകൾ കഴിക്കുക. അതുപോലെ തന്നെ കുടുംബ പള്ളി ദർശനം നടത്തുക. അവിടെ നാണയം, മെഴുകുതിരിയൊക്കെ സമർപ്പണ സാന്നിധ്യമേ വഴിപാടുകൾ കഴിക്കുന്നത് ദോഷപരിഹാരമാകും. അതുപോലെ മുസ്ലിമായിട്ടുള്ള സഹോദരന്മാര് കുടുംബ പള്ളി ദർശനം നടത്തുക. നിസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിയുക. വ്യാഴാഴ്ചയും ശനിയാഴ്ചയും സൂറത്ത് യാസീൻ ഭാഗം 51, 52 ഭാഗങ്ങൾ വെച്ച് ശുദ്ധിയായിട്ട് തന്നെ പ്രാർത്ഥനാ കാര്യങ്ങൾ കഴിക്കുക. അതുപോലെ പട്ടു സമർപ്പണവും പിടിപ്പണവും സമർപ്പണവും പള്ളിയിൽ കഴിക്കുന്നതും, നാണയം ഒഴിഞ്ഞ് പള്ളിയിൽ സമർപ്പിക്കപ്പെടുകയും അന്നദാനം, വസ്ത്രദാനം, ഇതൊക്കെ ലാഭസാന്നിധ്യ ഭാഗവത ദോഷങ്ങൾ മാറാൻ വേണ്ടി അനുഗ്രഹമായിട്ട് വരുന്ന പരിഹാരം തന്നെയാണ്. ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം ജീവിതത്തിൽ സമാധാനവും ആരോഗ്യപരമായ ഗുണഫലവും സാമ്പത്തിക മെച്ചവും കൈവരിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. 20ാമത്തെ നക്ഷത്രമായ പൂരാടം നക്ഷത്രത്തിന്റെ ഫലമാണ്. ധനുക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ വർഷത്തിന്റെ തുടക്കം കഴിഞ്ഞ് മേടമാസത്തോടെ അഭിഷ്ടകാലബ്ധി ഭാഗവലം കടാക്ഷിക്കപ്പെടുന്ന, ഉപകാര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, സഹായ കാര്യങ്ങൾ പങ്കിട്ട് അല്ലെ സഹായ കാര്യങ്ങൾ ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന, അതിൽ നിന്ന് സൽപ്പേരും മനസ്സമാധാനവും ലഭിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ കലാസാഹിത്യ രംഗങ്ങൾ, അതുപോലെ തന്നെ സിനിമാ മേഖലകൾ, ഇത്തരത്തിലുള്ള രംഗത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ശോഭനീയപരമായ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ സ്ഥാന ചലനങ്ങൾ ഉണ്ടാകുകയും ഒരു പ്രശസ്തി പേരും ഒക്കെ ലഭിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ്. നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായ, ദ്രവ്യപരമായ, ഭൂമി സംബന്ധമായ ലാഭങ്ങളൊക്കെ, വിദേശത്തു നിന്നൊക്കെ തിരിച്ചു വന്നവരൊക്കെ പരദേശത്ത് പോകാനും പോയ ജോലി തിരിച്ചു ലഭിക്കപ്പെടുകയും വെച്ചിരിക്കുന്ന സ്വർണങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ കടം വെച്ചിരിക്കുന്ന സ്വർണ്ണമൊക്കെ നമ്മൾ തിരിച്ചെടുക്കുക, പണയം വെച്ചിരിക്കുന്ന ഭൂമിയൊക്കെ നമ്മൾ റിക്കവർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള ഗുണഫലങ്ങൾ മേടമാസം കഴിയുമ്പോൾ അനുകൂലമായി വരുന്ന ഒരു നക്ഷത്രം തന്നെയാണ് പൂരാട നക്ഷത്രം. പ്രത്യേകിച്ച് സമാധാനമുള്ള ഒരു നക്ഷത്രം തന്നെയാണ്. അതുപോലെ തന്നെ സന്താന ഗുണങ്ങൾ ഉണ്ടാവുകയും അതുപോലെ മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗഫലം കടാക്ഷിക്കപ്പെടുക, ഈശ്വരീയപരമായ ചിന്തയും
അതുപോലെ തന്നെ ഭക്തിയും വന്നു ചേരുന്ന, അതിനോട് സമയം കൊടുക്കുന്ന ഭാഗവത പാരായണം, അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളും ഒക്കെ തന്നെ വായിക്കുന്ന ഒരു ഭാഗഫലം തന്നെയാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ഭക്തിയോട് അടുത്ത് നിൽക്കുക എന്ന് പറയും. അതുപോലെ തന്നെ ഭക്ഷണം, സുഖനിദ്ര, തൊഴിൽപരമായ ഗുണം, അതുപോലെ സുഖജീവിതം, വിദ്യാഗുണം, ഇതിനൊക്കെ ഗുണപരമായ ഒരു വർഷം തന്നെയാണ്. പ്രത്യേകിച്ച് ബന്ധുക്കളുമായി, അടുത്ത് നിൽക്കുന്ന ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ഒക്കെ തന്നെ ഈശാപോഷകളോ അല്ലെ അസ്വസ്ഥതകളോ ഉണ്ടാവാം. അതുപോലെ തന്നെ ദാമ്പത്യപരമായ സുഖക്കുറവുകളും ഒറ്റപ്പെടലുകളും ഉണ്ടാവാം. അതിലുപരി പ്രണയ സാഫല്യം, പ്രണയ ബന്ധങ്ങൾ കൈവരിപ്പിക്കപ്പെടുന്ന, സ്നേഹപരമായ കരുതലുകൾ ഉണ്ടാകുന്ന, പ്രണയ സാഫല്യം കൈവരിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ്. അപ്പൊ പ്രണയ വ്യക്താക്കളെയൊക്കെ സംബന്ധിച്ചോളം വരുന്ന ഒരു വർഷം അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ്. എങ്കിലും ആരോഗ്യപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉദര സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുക, പേശി സംബന്ധമായ നടുവിന്, അതുപോലെ തന്നെ പേശികൾക്ക് പാദങ്ങൾ നിലത്ത് തൊടാൻ പറ്റാത്തൊരവസ്ഥാഭാവം, ഇത്തരത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചിലപ്പോൾ ഈ ഒരു വർഷം അസ്വസ്ഥതയുണ്ടാക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷ്ണുപ്രീതി ഭാഗവലം കഴിക്കുക, ഭാഗവത പാരായണം മുടങ്ങാതെ തന്നെ കഴിക്കുക. കൃഷ്ണഭക്തിയായിട്ടുള്ള ആൾക്കാര് കൃഷ്ണപ്രീതി ഭാഗവലമായി ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക, ശ്രീകൃഷ്ണ അഷ്ടോത്തരം, പാൽപായസമൊക്കെ വഴിപാട് കഴിക്കുക, നാരായണ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നാഗക്ഷേത്രത്തിൽ സർപ്പപ്പാട്ട് കഴിക്കുക, മലനടയ്ക്ക്, മുറുക്കാന്, കരിക്ക്, കറുത്തപട്ടൊക്കെ വഴിപാട് കഴിക്കുക, ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, അതുപോലെ അഷ്ടോത്തര അർച്ചന കഴിക്കുക, ഭദ്രകാളിയുടെ അഷ്ടോത്തരം ജപിക്കുകയെങ്കിലും വളരെ നല്ലതാണ്. അതുപോലെ വെള്ളിയാഴ്ച ദിവസം ഗ്രഹശാന്തി കാര്യങ്ങൾ, ശുക്രപ്രീതിയായി ഗ്രഹശാന്തി കാര്യങ്ങൾ കഴിക്കുക, രാഹു അഷ്ടോത്തരവും രാഹുവിന് ഗ്രഹശാന്തി കാര്യങ്ങൾ കഴിക്കുന്നതും അഭിഷ്ടകാലിലെത്തി ഭാഗം കടാക്ഷിക്കപ്പെടും. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമാർച്ചനയും രാജഗോപാലാർച്ചനയും കഴിക്കുന്നതും ഭാഗ്യാവസ്ഥ ഭാഗവലം കടാക്ഷിക്കപ്പെടും. അതുപോലെ കൃഷ്ണനായിട്ടുള്ള ആൾക്കാര് സങ്കീർത്തനം വായിക്കുക, ഗീവർഗീസയുടെ പള്ളിയിൽ ദർശനം നടത്തുക, കുർബാന 11 എണ്ണം കൈക്കൊള്ളുക, മെഴുകുതിരി 11, നാണയം 11 ഇത് പള്ളിയിൽ സമർപ്പിക്കപ്പെടുക. ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും ഒരിക്കലോടുകൂടി തന്നെ വ്രതശുദ്ധി എടുത്ത് സങ്കീർത്തനം 21, 27, 90 ഭാഗങ്ങളൊക്കെ വായിക്കുന്നത് അഭിഷ്ടകാലിലെത്തി ഭാഗവലം കടാക്ഷിക്കപ്പെടും. അതുപോലെ മുസ്ലിമായിട്ടുള്ള സഹോദരന്മാരെ കുടുംബപ്പള്ളി ദർശനം നടത്തുക. അതുപോലെ തന്നെ സൂറത്ത് യാസീൻ ഭാഗം 55 ഭാഗങ്ങൾ ശനിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച ദിവസവും വ്രതശുദ്ധിയോട് ഒരിക്കലോടുകൂടി വ്രതശുദ്ധി എടുത്താൽ ദോഷപരിഹാരമാവുന്നതാണ്. 21ാമത്തെ നക്ഷത്രമായ ഉത്രാടം നക്ഷത്രത്തിന്റെ ഫലമാണ്. ഉത്രാടം നക്ഷത്രം ധനുക്കൂറിലും മകരക്കൂറിലും പെടുന്ന നക്ഷത്രമാണ്. ധനുക്കൂറിൽ നിൽക്കുന്ന ഉത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം ഗുണഫലവും സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറി ഉത്തിഷ്ടകാലി ഭാഗലം കടാക്ഷിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് മത്സരാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ശോഭിക്കുന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ്. അംഗീകാരം, ബഹുമാനം ഇതൊക്കെ വരികയും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ഭാഗ്യം കൈവരിക്കപ്പെടുന്ന അല്ലെ അപ്രതീക്ഷിതമായ ഭാഗ്യത്തെ സാധീകരിക്കപ്പെടുന്ന ഒരു വർഷമാണ്. മനസ്സമാധാനം ഉണ്ടാകുക, ഇത്തരത്തിലുള്ള ഗുണഫലങ്ങൾ സമ്മാനിക്കുന്ന ഒരു വർഷം തന്നെയാണ്. എന്നാൽ മകരക്കൂറിൽപ്പെടുന്ന ഉത്രാട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ദുർവയം, ദുർനഷ്ടമൊക്കെ ഉണ്ടാവുക, അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ അസ്വസ്ഥതകളും ദുരിത പ്രയാസങ്ങളും ഉണ്ടാകുക, ഇടതൂർന്ന ഗുണദോഷങ്ങൾ കൈവരിക്കപ്പെടുകയും അതുപോലെ തന്നെ ഗ്രഹ നിർമ്മാണ സാന്നിധ്യം, വാഹനയോഗം, ഇതൊക്കെ വളരെ ദുരിതപ്പെട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന, വിദേശവാസ യോഗഫലം ഉണ്ടെങ്കിൽ പോലും വിദേശത്ത് കഷ്ടപ്പാടുകളും ദുരിത പ്രയാസങ്ങളും അനുഭവിക്കപ്പെടുന്ന, അതുപോലെ അതിരു തർക്കങ്ങളൊക്കെ ഉണ്ടാകാം, ഭൂമി സംബന്ധമായ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം, ഭൂമി കച്ചവടത്തിൽ നിന്ന് സാമ്പത്തിക ഗുണങ്ങൾ കൈവരിക്കപ്പെടുക, അല്ലെ നമ്മുടെ പൂർവ്വസ്വത്തായാലും കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥാഭാഗവനം വരിക, അതുപോലെ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന, ദമ്പതികൾക്കും വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായ ഒരു സമയം കൂടിയല്ല. അതുകൊണ്ട് തന്നെ അസ്വസ്ഥതകളും ദുരിതപ്രയാസം കൈവരാം. നീർക്കെട്ട്, അതുപോലെ ജലദോഷങ്ങള്, അതുപോലെ തന്നെ അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാവുക. പരിഹാരമായി അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, മുരുക ക്ഷേത്ര ദർശനം നടത്തുക, മുരുകന് കുമാര സൂക്താർച്ചന, നാരങ്ങാമാല, ഷഷ്ടിവ്രതമൊക്കെ അനുഷ്ഠിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ അയ്യപ്പന് നീരാഞ്ജനം, അതുപോലെ ശനി ഗ്രഹത്തിന് വേണ്ടി ഒറ്റഗ്രഹശാന്തി കാര്യങ്ങൾ കഴിക്കുക, നെയ്വിളക്ക് കത്തിക്കപ്പെടുക, ശനിയാഴ്ച വ്രതശുദ്ധി എടുക്കുകയും തിങ്കളാഴ്ച ദിവസം വ്രതശുദ്ധി എടുക്കുന്നു, അഭിഷ്ടകാലത്തെ ഭാഗം കടാക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ പുണ്യവാളന്റെ പള്ളിയിൽ ദർശനം നടത്തുക, തിങ്കളാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും വ്രതശുദ്ധി എടുക്കുക, ഒരിക്കലോടുകൂടി തന്നെ വ്രതശുദ്ധി എടുക്കുക. സങ്കീർത്തനം 32, 39, 51 ഭാഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥനയെ കഴിക്കുക. കുടുംബപ്പള്ളിയെ കുർബാന കൈക്കൊള്ളുന്ന വളരെ നല്ലൊരു കാര്യമാണ്. മുസ്ലിമായിട്ടുള്ള സഹോദരന്മാരെ നിസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിക്കുക, കുടുംബപ്പള്ളി ദർശനം നടത്തുക. ശനിയാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസം ഒരിക്കലോടുകൂടി തന്നെ വ്രതശുദ്ധി എടുക്കുക. സൂറത്ത് യാസിൻ 55, 57 ഭാഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥനയെ കഴിക്കുന്ന ദോഷപരിഹാരമായി സാധിക്കുന്നു എന്നുള്ളതാണ്. 22ാമത്തെ നക്ഷത്രമായ തിരുവോണം നക്ഷത്രത്തിന്റെ ഫലമാണ്. തിരുവോണം നക്ഷത്രം മകരക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ്. ഈ 2021 തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം ആരോഗ്യപരമായ, സാമ്പത്തികപരമായ അരാജകത്വം ഉണ്ടാകുന്ന ഒരു വർഷമാണ്.
പ്രത്യേകിച്ച് സാമൂഹികപരമായ രാഷ്ട്രീയപരമായ തോൽവികൾ സംഭവിക്കപ്പെടുന്ന അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഏറ്റുവാങ്ങുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള ചീത്തപ്പേരുകൾ കൈവരിക്കപ്പെടുന്ന കേസ് സംബന്ധമായ വഴക്കുകൾ ഉണ്ടാകുന്ന പോലീസും പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥാഭാഗപരം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് തുടക്ക കാലയളവ് തന്നെ. പ്രത്യേകിച്ച് തൊഴിൽപരമായ ലാഭം കുറയും. പ്രത്യേകിച്ച് സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുന്ന സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്ത വാങ്ങലുകളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുക, കൊടുത്ത പണങ്ങളൊന്നും തിരിച്ചു ലഭിക്കാതെ വരുന്ന അവസ്ഥാഭാഗവലം ഉണ്ടാകുക. ഇനിയും കൂട്ടായ ബിസിനസ്സുകൾ നടത്തുകയാണെങ്കിൽ ആ തൊഴിൽപരമായ ഗുണഫലങ്ങൾ കൈവരിക്കാൻ സാധിച്ച ലാഭകരമായ ഒരവസ്ഥ കൈവരുന്നില്ല എന്നുള്ളൊരു ഭാഗം. അതുകൊണ്ട് തന്നെ തൊഴിൽപരമായ ലാഭങ്ങൾ കുറയുന്നു എന്നുള്ളതാണ്. ഇനി തൊഴിൽ തന്നെ നമ്മൾ മാറി ചിന്തിക്കുന്നത്, ഇത്രയും നാളും ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്ന് മാറി ചിന്തിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ പോലും കടന്നു വരുന്നൊരു വർഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ അരാജകത്വം ഉണ്ടാകും. അതുപോലെ തന്നെ ചിങ്ങമാസത്തോടുകൂടി ഈ പ്രയാസങ്ങളിൽ നിന്നൊരു ചെറിയൊരു മാറ്റം ഉണ്ടാകുകയും മംഗളകരമായ കർമ്മങ്ങളും പ്രണയ സാഫല്യങ്ങൾ കൈവരിക്കപ്പെടുന്ന, സന്താന ഗുണമുണ്ടാകുന്ന, വിദേശവാസ യോഗഫലം കൈവരിക്കപ്പെടുന്ന, വിദ്യാഭ്യാസപരമായ ഉപരിപഠനങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. കലാപരമായ സിനിമാപരമായ രംഗത്ത് നിൽക്കുന്ന കലാകാരന്മാർക്ക് ഗുണകരമായ പ്രശസ്തിയും പേരും ഒക്കെ ലഭിക്കപ്പെടുകയും ഈ ഒരു വർഷത്തിന്റെ അവസാന ഭാഗവലം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഗുരുജനങ്ങളില് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാര്, അധ്യാപകര്, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അനുഗ്രഹം ഉണ്ടാവുകയും ഈശ്വര ചിന്ത, ഈശ്വരീയപരമായ കാര്യങ്ങൾ വളരെ ഡെഡിക്കസിയോടുകൂടി വളരെ വിശ്വാസത്തോടുകൂടി തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പരിഹാരമായി നിങ്ങൾ ലക്ഷ്മി ഭജനം കഴിയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നം എന്ന് പറയുന്നത് നേത്ര സംബന്ധമായ വിഷയങ്ങൾ, വായു സംബന്ധമായ വിഷയങ്ങൾ, അലർജി സംബന്ധമായ വിഷയങ്ങളൊക്കെ കൈവരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു വരുന്ന വർഷം. അതുകൊണ്ടാണ് നിങ്ങൾ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക, സാമ്പത്തികമായ ഗുണഫലങ്ങൾക്ക് വേണ്ടി ലക്ഷ്മി ഭജനം കഴിക്കുക, ലക്ഷ്മി അഷ്ടോത്തരം ജപിക്കപ്പെടുക, ഭുവനേശ്വരി മന്ത്രം ജപിക്കുന്നതും ഭുവനേശ്വരി പൂജ കഴിക്കുകയും അതുപോലെ ശ്രീകൃഷ്ണ ഭജനം കഴിക്കുക, വെണ്ണയും തൃക്കൈവെണ്ണ സമർപ്പിക്കപ്പെടുക, പുരുഷ സൂക്തം ഭാഗ്യസൂക്തം വഴിപാട് കഴിക്കുക, നരസിംഹ ക്ഷേത്രത്തിൽ പാനകം വഴിപാടായിട്ട് കഴിക്കുകയും നരസിംഹ ക്ഷേത്രത്തിൽ നരസിംഹ ദേവതയ്ക്ക് വേണ്ടി മാല ചാർത്തൽ വഴിപാട്, മുഴുക്കാപ്പൊക്കെ വഴിപാടുകൾ കഴിക്കുകയും ബുധനാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും ഒരിക്കലോടുകൂടി തന്നെ വ്രതശുദ്ധി എടുക്കുക. അതുപോലെ ക്രിസ്ത്യനായിട്ടുള്ള സഹോദരന്മാർ കുടുംബപ്പള്ളി ദർശനം നടത്തുക, കുർബാന 11 കഴിയുക, സങ്കീർത്തനം 90, 51, 57 ഭാഗങ്ങൾ വെച്ച് പ്രാർത്ഥനയെ കഴിക്കുക. മുസ്ലിമായിട്ടുള്ള സഹോദരന്മാര് കുടുംബപ്പള്ളി ദർശനം നടത്തുക, പിടിപ്പണം, പച്ചപ്പട്ട ഒക്കെ സമർപ്പണ സാന്നിധ്യം കഴിക്കുക. സൂറത്ത് യാസീൻ ഭാഗം 57, 59 ഭാഗങ്ങളൊക്കെ വായിക്കുക. ബുധനാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും ഒരിക്കലോടുകൂടി തന്നെ വ്രതശുദ്ധി കാര്യങ്ങൾ എടുക്കുക. ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ ഈ ദോഷങ്ങൾക്കൊക്കെ പരിഹാരമാകുമെന്നുള്ളതാണ്. 23ാമത്തെ നക്ഷത്രമായ അവിട്ട നക്ഷത്രത്തിന്റെ ഫലമാണ്. മകരക്കൂറിലും കുംഭക്കൂറിലും പെടുന്ന നക്ഷത്രമാണ്. ഈ 2 കൂറിലും ഈ വ്യാഴഗ്രഹത്തിന്റെ ഒക്കെ മാറ്റം, അതായത് ജന്മരാശിയിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് തന്നെ ഒരു സുഖകരമായ ഒരു വർഷം കിട്ടത്തില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് കുടുംബത്തിന്, ദമ്പതികൾക്കൊക്കെ അരാജകത്വങ്ങൾ ഉണ്ടാകുന്ന ഈ കുംഭക്കൂറിലും മകരക്കൂറിലുമായുള്ള വ്യാഴത്തിന്റെ മാറ്റം അത് ജന്മരാശിക്കാരെ സംബന്ധിച്ചും വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വരികയും സ്ഥാനചലനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സമാധാനം ലഭിക്കാത്ത ഒരു വർഷം തന്നെയാണ്. ഒരു കാലയളവിൽ സമാധാനം ഉണ്ടെങ്കിൽ ഒരു കാലയളവിൽ സമാധാനം കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, ഇടതൂർന്നു വരുന്ന വേലിയേറ്റ വേലിയിറക്കമായ ഒരവസ്ഥ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുള്ള ഉണ്ടാകും. പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ അസ്വസ്ഥതകൾ, ഭൂമി വാങ്ങാനും വിൽക്കാനും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും യോഗങ്ങളും ഒക്കെ ഉണ്ടാവുകയും അതുപോലെ ഗ്രഹ ഉപകരണങ്ങൾ വാങ്ങാനും മോദി പിടിപ്പിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് വന്ന് കലാശിക്കപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്താലും നമുക്ക് നഷ്ടഭാഗഫലമായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ സഹോദര ഗുണം കുറയുകയും കലഹപ്രിയത്വം ബാധിക്കപ്പെടുകയും കേസ് സംബന്ധമായ വഴക്കുകൾ, ദുരിത പ്രയാസങ്ങളൊക്കെ വന്നു ചേരുകയും ഭൂസ്വത്തൊക്കെ ലഭിക്കപ്പെടുകയും അതിൽ നിന്ന് പണം സമ്പാദിക്കപ്പെടാൻ സാധിക്കും. പറഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ഷെയറുകളൊക്കെ ലഭിക്കപ്പെടാം. എങ്കിലും അതൊരു അസറ്റായിട്ട് ഒരു സേവിങ്സിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവത്തില്ല. ഒരു അരാജകത്വത്തിലേക്ക് പോകുന്നൊരവസ്ഥ. എന്നാൽ വർഷത്തിന്റെ ഒരു അവസാന കാലഘട്ടങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പാകുന്ന മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗമുണ്ടാകുന്ന ഭാഗ്യാവസ്ഥാഭാവനം കടാക്ഷിക്കപ്പെടുന്ന ഒരു വർഷ അവസാനം ലഭിക്കപ്പെടുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിദേശവാസ യോഗമൊക്കെ ഉപരി പഠനങ്ങളൊക്കെ പഠിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ആ എക്സാമുകളൊക്കെ പാസ്സാകുന്ന വർഷാവസാനം നമുക്ക് ഗുണകരമായി വരാൻ ഏതാണ്ട് ഒരു തുലാമാസം, ഒക്ടോബർ മാസമൊക്കെ കഴിയുമ്പോൾ അതിന് യോഗഫലം കടാക്ഷിക്കപ്പെടുകയും അതുപോലെ തന്നെ മുറിവുകള്, ചതവുകള്, ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ വാഹനത്തിൽ നിന്ന്
വരാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. അതുകൊണ്ട് വളരെയധികം ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും അതുപോലെ തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങൾ. കാരണം ഈ തസ്കരത്വമൊക്കെ ഉണ്ടാകാൻ നമ്മൾ പൈസയൊക്കെ കവർച്ച ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥാഭാഗം കടാക്ഷിക്കപ്പെടും. അപ്പോൾ കൊടുക്കവാങ്ങലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരിഹാരമായി നിങ്ങൾ നരസിംഹ ക്ഷേത്ര ദർശനം നടത്തുക, പാനക വഴിപാടുകൾ കഴിക്കുന്നതും അതുപോലെ തന്നെ ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ സമർപ്പിക്കപ്പെടുകയും പുരുഷ സൂക്താർച്ചന കഴിക്കുക, തുളസിമാല പാൽപായസമൊക്കെ വഴിപാട് കഴിക്കുക, ഭാഗവത പാരായണം ഗജേന്ദ്രമോക്ഷമൊക്കെ വായിക്കുന്നത് അഭിഷ്ടകാലത്തി ഭാഗവലം കടാക്ഷിക്കപ്പെടും. അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പായസവും ശ്രീകൃഷ്ണ അഷ്ടോത്തര ജപാർച്ചനയും കഴിക്കുക, ശ്രീകൃഷ്ണന്റെ അഷ്ടോത്തരമൊക്കെ ജപിക്കപ്പെടുകയും ബുധനാഴ്ച ദിവസം ഒരിക്കലും കൂടി തന്നെ പ്രസ്തുതി എടുക്കുക. ക്രിസ്ത്യനായിട്ടുള്ള ആൾക്കാർ പുണ്യവാളന്റെ പള്ളിയിലോ മാതാവിന്റെ പള്ളിയിലോ ദർശനം നടത്തുക. ബുധനാഴ്ച പ്രാർത്ഥന കഴിക്കുമ്പോൾ സങ്കീർത്തനം 21, 27 ഭാഗങ്ങൾ വെച്ച് പ്രാർത്ഥനയെ കഴിക്കാം. മുസ്ലിമായിട്ടുള്ള സഹോദരന്മാരെ കുടുംബ പള്ളി ദർശനം നടത്തുക. ബുധനാഴ്ച ദിവസം ഒരിക്കലോടുകൂടി തന്നെ പ്രാർത്ഥന കഴിക്കുക. അതുപോലെ തന്നെ നിസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിക്കുക. സൂറത്ത് യാസിൻ ഭാഗം 59 ഭാഗങ്ങളൊക്കെ വെച്ചു പ്രാർത്ഥനയായി ഒരിക്കൽ ദിവസങ്ങൾ തന്നെ പ്രാർത്ഥനാകാലം കഴിക്കുന്ന ദോഷകരമായ പരിഹാരമാകും. 24ാമത്തെ നക്ഷത്രമായ ചതയ നക്ഷത്രത്തിന്റെ ഫലമാണ്. കുംഭക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിന്റെ തുടക്കം ദുർവ്യയങ്ങളും ദുർനഷ്ടങ്ങളും സംഭവിക്കപ്പെടുകയും എന്നാൽ സാമ്പത്തികമേറി വരുന്ന കർമ്മരംഗത്ത് ശോഭിക്കുന്ന, കർമ്മരംഗത്ത് കർമ്മഭാവ പുഷ്ടി കൈവരിക്കപ്പെടുന്ന, സ്ഥാനമാനങ്ങൾ ലഭിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ്. ബന്ധുക്കളുമായുള്ള അസ്വാരസ്യങ്ങൾ അത് മാറി വരികയും സ്നേഹവും സമാധാനം നിലകൊള്ളുന്ന ഒരു വർഷം തന്നെയാണ്. പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കളിലുപരി അടുത്ത രക്തബന്ധത്തിൽപ്പെടുന്ന ആൾക്കാരുമായുള്ള ഗുണഫലങ്ങൾ കൈവരിക്കപ്പെടും. അതുപോലെ തന്നെ വേദനാജനകമായ ബന്ധുവിയോഗം നമുക്ക് മാനസികമായ അസ്വസ്ഥത കൈവരിക്കപ്പെടുകയും ചില അപകടങ്ങളും മുറിവുകളും ഒക്കെ കൈവരിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ്. അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന വർഷമാണ്. പ്രത്യേകിച്ച് ഭാരിച്ച ചെലവുകൾ ഉണ്ടാവുക, അതുപോലെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ സഹായങ്ങളുടെ സമ്പാദ്യാഭാഗഫലം നമുക്ക് കടാക്ഷിക്കപ്പെടുക, നമ്മൾ നിൽക്കുന്ന കർമ്മരംഗങ്ങളൊക്കെ ശോഭിക്കപ്പെടുന്ന സുഹൃത്തു ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് ലഭിക്കപ്പെടുന്ന ഒരു വർഷമാണ്. അതുപോലെ കൂട്ടായ ബിസിനസ്സുകൾക്കൊക്കെ ഗുണഫലം പ്രദാനം ചെയ്യുന്ന വർഷം തന്നെയാണ്. അതുപോലെ ഗ്രഹം മോടി പിടിപ്പിക്കപ്പെടുക, വാഹനങ്ങൾ മാറി ചിന്തിക്കുക, കൃഷി സംബന്ധമായ ലാഭം, കൃഷിഭൂമിയൊക്കെ ഉണ്ട്, അതിൽ നിന്ന് ലാഭങ്ങൾ കൈവരിക്കപ്പെടുന്ന, ഭൂമി സംബന്ധമായ കച്ചവടം, ഭൂമി ലാഭങ്ങളൊക്കെ മറിച്ചു കൊടുത്താലൊക്കെ ലാഭം കിട്ടുന്ന ഇത്തരത്തിലുള്ള ഗുണഫലമായ വർഷം തന്നെയാണ് അടുത്ത വർഷം. അതുപോലെ വിദ്യാർത്ഥികൾക്ക് അത്രയ്ക്ക് മോശകരമല്ലാത്ത ഒരു വർഷമാണ്. പ്രത്യേകിച്ച് ഇടതൂറുന്ന വിദ്യാഭ്യാസ ഭാഗവലം, അതായത് പരദേശത്തോ വിദേശത്തോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തൊഴിൽപരമായ രംഗത്ത് കൈവരിക്കുന്ന തരത്തിലുള്ള പഠനങ്ങൾ കൈവരിക്കപ്പെടുകയും വിദേശ വാസയോഗം ഈ വർഷത്തിന്റെ അവസാനത്തോടുകൂടി കടന്നു വരികയും അതുപോലെ തന്നെ അസ്വസ്ഥതയായിട്ടുണ്ടാകുന്ന ജലദോഷങ്ങള്, അതുപോലെ രക്തദൂഷ്യമായ പ്രഷർ, പ്രമേഹം, അതുപോലെ തന്നെ കൊളസ്ട്രോള് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇതിന് പരിഹാരമായി നിങ്ങൾ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. ഭദ്രകാളിക്ക് ഗുരുശ്രീ രക്തപുഷ്പാഞ്ജലി വഴിപാട് കഴിക്കുക, സർപ്പപ്പാട്ട് വഴിപാട് കഴിക്കുക, അതുപോലെ നൂറുംപാല് ശിവന് ജലധാര വഴിപാട് കഴിക്കുക, ശിവന് ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ പുറകിൽ വിളക്ക്, അതുപോലെ ലളിത സഹസ്രനാമാർച്ചന ജപിക്കപ്പെടുകയും അല്ലെ ലളിത സഹസ്രനാമാർച്ചന കഴിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമാർച്ചന കഴിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസവും അതുപോലെ തന്നെ ബുധനാഴ്ച ദിവസവും ഒരിക്കലോടുകൂടി തന്നെ വ്രതശുദ്ധി കാര്യങ്ങൾ എടുക്കുക. വെള്ളിയാഴ്ച ദിവസം വ്രതശുദ്ധി എടുക്കുന്നു, അഭിഷ്ടകാലത്തി പകരം കടാക്ഷിക്കപ്പെടും. അതുപോലെ ക്രിസ്ത്യനായിട്ടുള്ള ആൾക്കാര് മാതാവിന്റെ പള്ളിയിൽ ദർശനം നടത്തുക, 21 മെഴുകുതിരി, 21 നാണയം സമർപ്പണം, സാന്നിധ്യം കഴിക്കുക, കുടുംബപ്പള്ളി ദർശനം നടത്തുന്ന അഭിഷ്ടകാലത്തി പകരം കടാക്ഷിക്കപ്പെടും. അതുപോലെ ശനിയാഴ്ച ദിവസം പ്രാർത്ഥനാ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സങ്കീർത്തനം 90, 91 ഭാഗങ്ങൾ വെച്ചു പ്രാർത്ഥനയെ കഴിക്കുന്നത് അഭിഷ്ടകാലത്തി പകരം കടാക്ഷിക്കപ്പെടുകയും മുസ്ലിമായിട്ടുള്ള സഹോദരന്മാർ കുടുംബപ്പള്ളി ദർശനം നടത്തുക, 21 നാണയം പട്ട് സമർപ്പണമൊക്കെ നടത്തുക. ശനിയാഴ്ച ഒരിക്കലോടുകൂടി തന്നെ വ്രതശുദ്ധി എടുക്കുക. സൂറത്ത് യാസിൻ ഭാഗം 55 ഭാഗം ഈ ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി ഒരിക്കലോടുകൂടി എടുക്കുന്ന ദിവസം വെച്ചു പ്രാർത്ഥനയെ കഴിക്കുന്നത് അഭിഷ്ടകാലബ്ധി ഭവലം കടാക്ഷിക്കപ്പെടും. 25ാമത്തെ നക്ഷത്രമായ പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ഫലമാണ്. കുംഭക്കൂറിലും മീനക്കൂറിലും പെടുന്ന നക്ഷത്രമാണ്. കുംഭക്കൂറിൽ നിൽക്കുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുള്ള വർഷത്തിന്റെ തുടക്കം കുറച്ചു പ്രയാസമാണെങ്കിലും ജോലി തടസ്സം, സാമ്പത്തിക പ്രയാസം, തൊഴിൽപരമായ നഷ്ടങ്ങൾ, സമാധാനക്കുറവൊക്കെ ഉണ്ടാകുന്ന ഒരു തുടക്ക കാലയളവ് ഉണ്ടാവുകയും എന്നാൽ പിന്നീട് ഏതാണ്ട് മേടമാസം ഇടവമാസം കഴിയുമ്പോൾ പിന്നീട് ഗുണപരമായ ഗുണമുള്ള വർഷം തന്നെയാണ്. വർഷത്തിന്റെ അവസാനം കർമ്മഭാവ പുഷ്ടി ഉണ്ടാകാം. സ്ഥിരപ്പെടുന്ന ജോലികളൊക്കെ ചിലപ്പോൾ നമ്മൾ പാർട്ടൈമായിട്ട് കയറുന്ന ജോലികളൊക്കെ സ്ഥിരപ്പെടുകയും കർമ്മഭാവ പുഷ്ടി ഉണ്ടാകുന്ന വേലിയേറ്റ വേലിയിറക്കം ഉണ്ടാകുന്ന ഒരു അവസ്ഥാഭാവനം കടാക്ഷിക്കപ്പെടും. പ്രത്യേകിച്ച് സാമ്പത്തികപരമായ തൊഴിൽപരമായ മേഖലയിൽ. അതുപോലെ ഭൂമി ലാഭാവസ്ഥ ഉണ്ടാകാം.
ഭൂസ്വത്ത് പേരിലാകുക, നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടാനുള്ള ഷെയറുകളൊക്കെ നമുക്ക് ലഭിക്കപ്പെടുകയും ഭവന നിർമ്മാണ സാന്നിധ്യം കടാക്ഷിക്കപ്പെടുക, അതുപോലെ ഉദ്യോഗപരമായ വിദേശപരമായ ജോലി സംബന്ധമായ ഭാഗഫലങ്ങൾ കടാക്ഷിക്കപ്പെടുകയും സ്ത്രീകൾക്ക് സന്താന ദുരിതപ്രയാസങ്ങൾ ഉണ്ടാകുന്ന, രോഗപീഠകൾ സന്താനങ്ങൾക്ക് ഉണ്ടാകുന്ന, അതുപോലെ അലച്ചിലുകൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. സന്തുഷ്ടമായ പ്രണയ സാഫല്യം കൈവരിക്കപ്പെടുന്ന, സുഹൃത്ത് ബന്ധങ്ങൾ കൈവരിക്കപ്പെടുന്ന, അതുപോലെ ദ്രവ്യ ലാഭാവസ്ഥ, ദ്രവ്യമൊക്കെ നമ്മൾ പണയമൊക്കെ വെച്ചിരിക്കും തിരിച്ചെടുക്കുക, ഇത്തരത്തിലുള്ള ഒരു ഭാഗഫലം കൈവരിക്കപ്പെടുക. അതുപോലെ തസ്കരത്വം, സുഹൃത്തുക്കളായിട്ടുള്ള ഭാഗഫലങ്ങളിൽ തസ്കരത്വം നമുക്കുണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. അതുകൊണ്ട് പണമിടപാടുകൾ നടത്തുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് തന്നെ ഇടപാടുകൾ നടത്തണം. അതുപോലെ രക്തദൂഷ്യമായ അസുഖങ്ങൾ കൈവരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ കൊളസ്ട്രോൾ സംബന്ധമായ ദോഷങ്ങൾ കൈവരിക്കപ്പെടുന്ന ഒരു വർഷമാണ്. അത്തരത്തിലുള്ള ദോഷങ്ങൾ നമുക്കുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിഹാരമായി നിങ്ങൾ കറുക ഗണപതി ഹോമം കഴിക്കുക, അതുപോലെ തന്നെ നാളികരം ഉടയ്ക്കുക. ഗണപതിക്ക് ഉടയ്ക്കുന്നത് വിഘ്നരാശി ഭാഗവലം മാറി കിട്ടും. അതുപോലെ ഗണപതിയുടെ അഷ്ടോത്തര അർച്ചന കഴിക്കുകയും അഷ്ടോത്തര ജപം നടത്തുകയും, കറുകമാല ഗണപതിക്ക് ചാർത്തുന്നതും, സർപ്പപ്പാട്ട് കഴിക്കുക, ദേവിക്ക് ചുവന്ന മാല, ദേവിക്ക് ഉടയാട ഭാഗവലം കഴിക്കുക. അതുപോലെ ഭഗവത് സേവയൊക്കെ വീട്ടിൽ കഴിക്കുന്ന അഭിഷ്ടകാലത്ത് ഭാഗവലം കടാക്ഷിക്കപ്പെടും. അതുപോലെ ശിവക്ഷേത്രത്തിൽ ശിവന്റെ ജലധാരയും ക്ഷീരധാരയോ വഴിപാട് കഴിക്കുക. കൃത്യനായിട്ടുള്ള ആൾക്കാര് പുണ്യവാളന്റെ പള്ളിയിൽ ദർശനം നടത്തുക. മെഴുകുതിരി 21-11 നാണയ സമർപ്പണ സാന്നിധ്യം കഴിക്കുക. വെള്ളിയാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും ഒരിക്കലോടുകൂടി തന്നെ പ്രാർത്ഥനകൾ കൈക്കൊള്ളുക. അന്ന് 41-90 സങ്കീർത്തനങ്ങൾ വായിക്കുക. മുസ്ലിമായിട്ടുള്ള ആൾക്കാര് സൂറത്ത് യാസീൻ ഭാഗം 51 ഭാഗം വായിക്കുകയും വെള്ളിയാഴ്ച ദിവസം വ്രതശുദ്ധി എടുക്കുകയും കുടുംബപ്പള്ളി ദർശനം നടത്തുകയും നിസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിക്കുന്നത് അഭിഷ്ടകാലം ഭാഗഫലം കടാക്ഷിക്കപ്പെടും. 26ാമത്തെ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ഫലമാണ്. മീനക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ്. കർമ്മഭാവ പുഷ്ടി ശോഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് 2021. പ്രത്യേകിച്ച് സ്ഥാന ചലനം ഉണ്ടാകും. സ്ഥാനക്കയറ്റമാണ്. സ്ഥാനഭ്രംശം ഉണ്ടെങ്കിലും അത് ഉയർന്ന ഭാഗഫലങ്ങൾ അല്ലെങ്കിൽ ജോലി സംബന്ധമായ ഗുണഫലങ്ങൾ കൈവരിക്കപ്പെടുന്ന, എന്നാൽ കുടുംബത്തിലെ മാതാപിതാക്കളുമായി അസ്വാരസ്യങ്ങളും കലഹപ്രീത്വം വർദ്ധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ബന്ധുക്കളുമായിട്ടൊക്കെ അസ്വാരസ്യങ്ങൾ വളരെ കൂടുതലായി ഉണ്ടാകാം. അതുപോലെ സഹോദര ഗുണം ഉണ്ടാവുക, അതുപോലെ ബന്ധുവിയോഗങ്ങളും ഉണ്ടാവുക. ബന്ധുക്കളുടെയൊക്കെ വിയോഗങ്ങൾ നമ്മുടെ മാനസികമായ പ്രയാസം ഉണ്ടാകുക. അതുപോലെ രാജവാഴ്ച യോഗം, സർക്കാരിൽ നിന്ന് ലഭിക്കപ്പെടുന്ന പണം അല്ലെ നമ്മുടെ സർക്കാർ ലിസ്റ്റിൽ നമ്മളുടെ ഒരു തൊഴിൽപരമായ ഗുണഫലം കൈവരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം 2021 വർഷം അത് കൈവരിക്കപ്പെടുകയും, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൗകര്യങ്ങൾ, നമ്മൾ പണം കടമെടുത്താലും നമ്മൾ കാര്യങ്ങൾ സാധിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭാഗഫലങ്ങൾക്ക് വേണ്ടി കടമെടുക്കുന്ന ഒരു വർഷം തന്നെയാണ്. പ്രത്യേകിച്ച് വാഹനം മാറി വാങ്ങുക, ഗ്രഹ ഉപകരണങ്ങൾ വാങ്ങുക, ഗ്രഹം മൂടി പിടിപ്പിക്കപ്പെടുക, കൃഷി സംബന്ധമായ ഗുണഫലം, കൃഷിക്ക് വേണ്ടി നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് ലാഭം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ്. അതുപോലെ കടം വെച്ചിരിക്കുന്ന അതിലെ ദ്രവ്യങ്ങളോ അല്ലെങ്കിൽ കൊടുക്കുവാങ്ങലുകളോ ഒക്കെ തിരിച്ചു ലഭിക്കപ്പെടുക. നമ്മൾ കടം കൊടുത്ത പണം തിരിച്ചു ലഭിക്കപ്പെടാം, ഇല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന സ്വർണം നമ്മൾ തിരിച്ചെടുക്കാം. ഇത്തരത്തിലുള്ള ലാഭാവസ്ഥകളൊക്കെ കൈവരിക്കപ്പെടുന്ന വർഷം തന്നെയാണ്. അതുപോലെ സഹോദര സന്താന ദോഷം കൈവരിക്കുക, അല്ലെ അത്തരത്തിലുള്ള ദുരിത പ്രയാസങ്ങൾ നമുക്കുണ്ടാവാം. അതുപോലെ തന്നെ ഈശ്വര ചിന്ത അല്ലെങ്കിൽ സ്പിരിച്വൽ മൈൻഡ് ഒക്കെ വളരെ കുറയുന്ന, ഈശ്വര്യപരമായ കാര്യങ്ങൾ ശ്രദ്ധ കുറയുന്ന ഒരു വർഷം കൂടിയാണ്. അതൊരു എടുത്തുചാട്ടങ്ങളും അതുപോലെ തന്നെ വാക് സാമർഥ്യങ്ങളൊക്കെ മനോവിഷങ്ങളും മനോവ്യതകളും ഒക്കെ ഉണ്ടാകുന്ന ഭാഗവലം കടാക്ഷിക്കപ്പെടും. അതുകൊണ്ട് വളരെ വാക്കുകൊണ്ട് സംസാരിക്കും, വളരെയധികം സൂക്ഷിച്ച് കണ്ട് സംസാരിക്കണം. നമ്മുടെ ബന്ധങ്ങൾ ഇല്ലാതാകുന്ന ഒരു അവസ്ഥാ ഭാഗവലം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. നമുക്ക് പ്രയാസകരമായ പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ, കൊടുക്ക വാങ്ങലിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധർമ്മശാസ്താവിന് വഴിപാട് കഴിക്കുക, അഷ്ടോത്തര ജപ സാന്നിധ്യം കഴിക്കുക, അഷ്ടോത്തര ജപം ധർമ്മശാസ്താവിന്റെ അഷ്ടോത്തര ജപാർച്ചന കഴിക്കുകയും, അതുപോലെ തന്നെ നെയ്വിളക്ക് കത്തിക്കുക, നീരാഞ്ജനം മുടങ്ങാതെ കഴിക്കുക. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയൊക്കെ എടുക്കുന്ന അഭിഷ്ടകാലം ഭാഗവലം കടാക്ഷിക്കപ്പെടും. അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക, ശ്രീകൃഷ്ണ പാൽപ്പായസം, തുളസിമാല, തൃക്കൈ വെണ്ണയ്ക്ക് വഴിപാട് കഴിക്കുക, രാജഗോപാലാർച്ചന വഴിപാട് കഴിക്കുക, ഭാഗവത പാരായണം മുടങ്ങാതെ തന്നെ കൃഷ്ണാവതാരമൊക്കെ വായിക്കുന്നൊക്കെ അഭിഷ്ടകാലബ്ധി ഭാഗവലം കടാക്ഷിക്കപ്പെടും. അതുപോലെ ശനിയാഴ്ച ദിവസം ബുധനാഴ്ച ദിവസം വ്രതശുദ്ധി എടുക്കുക. ഗ്രഹശാന്തി ബുധനും വ്യാഴത്തിനും ശനിക്കും കഴിക്കുന്നതും അഭിഷ്ടകാലബ്ധി ഭാഗവലം കടാക്ഷിക്കപ്പെടും. അതുപോലെ ക്രിസ്ത്യനായിട്ടുള്ള ആൾക്കാരെ പുണ്യവാളന്റെ പള്ളിയിൽ ദർശനം നടത്തുക. മെഴുകുതി 21, നാണയം 31 സമർപ്പണ സാന്നിധ്യം കഴിക്കുക. ശനിയാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും പ്രാർത്ഥന കൈക്കൊള്ളുന്നത് സങ്കീർത്തനം 51, 91 സങ്കീർത്തനം വെച്ച് പ്രാർത്ഥനയെ കഴിക്കുക. ശനിയാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും ഒരിക്കൽ വ്രതശുദ്ധിയായിരിക്കണം. അതുപോലെ മുസ്ലിമായിട്ടുള്ള സഹോദരന്മാർ കുടുംബപ്പള്ളി ദർശനം നടത്തുക. നിസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിക്കുക. സൂറത്ത് യാസീൻ ഭാഗം 58, 51 ഭാഗങ്ങൾ വായിക്കുക. അതുപോലെ ശനിയാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും ഒരിക്കലോടുകൂടി തന്നെ വ്രതശുദ്ധി കാര്യങ്ങൾ എടുക്കുന്നു അഭിഷ്ടകാലബ്ധി ഭാഗം കടാക്ഷിക്കപ്പെടും. അവസാന
അവസാനത്തെ നക്ഷത്രമായ 27ാമത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രത്തിന്റെ ഫലമാണ്. മീനക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ്. 2021 ഉദ്യോഗപരമായ ഗുണഫലങ്ങൾ കുറയുന്ന, ബിസിനസ് സംബന്ധമായ മെച്ചങ്ങൾ കുറയുന്ന ഒരു വർഷം തന്നെയാണ്. പ്രത്യേകിച്ച് നിയമപരമായ കുരുക്കുകൾ വരുന്ന ഒരു വർഷമാണ്. പ്രത്യേകിച്ച് കൂട്ടായ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നിയമപരമായ മേഖലകളിൽ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും നമ്മൾ ബിസിനസ് ഒന്ന് മാറി ചിന്തിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു വർഷമാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും ബന്ധുവിയോഗങ്ങളൊക്കെ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുക, മാനസിക പ്രയാസങ്ങൾ കൈവരിക്കപ്പെടുന്ന വർഷമാണ്. ഗ്രഹപരമായ, കൃഷിപരമായ, ഭൂമി സംബന്ധമായ ലാഭങ്ങൾ വന്നിരിക്കും. പ്രത്യേകിച്ച് ക്രയവിക്രയം കൊണ്ട് ചിലപ്പോൾ ലീസിന് എടുത്തിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർ, വാടകയ്ക്കൊക്കെ എടുത്തിട്ട് കൃഷി ചെയ്യുന്ന, പാട്ടത്തിനൊക്കെ എടുത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ലാഭകരമായ അവസ്ഥ ഉണ്ടാകാം. അത് കൃഷിപരമായ ഗുണഫലം. അതുപോലെ ഗ്രഹപരമായ ഭാഗഫലങ്ങളും ഒക്കെ അതിന് എടുത്ത് വിൽക്കുന്ന ആൾക്കാർക്ക് ഗുണഫലം ഉണ്ടാകാം. ഭൂമി സംബന്ധമായ ലാഭം, ഭൂമിയൊക്കെ എടുത്ത് വിൽക്കുന്ന ആൾക്കാർക്ക് ഗുണഫലം ഉണ്ടാകാം. പ്രത്യേകിച്ച് വാഹനം കൊണ്ട് ചില അപകടങ്ങളും മുറിവുകളും ചതവുകളും ഒക്കെ ഉണ്ടാവുക. പേശി സംബന്ധമായ വിഷയങ്ങൾ കൈവരിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ അടുത്ത് നിൽക്കുന്ന ബന്ധുക്കൾ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാം. വാക്കുതർക്കങ്ങളും കലഹപ്രിയത്വങ്ങളും അകന്നു മാറുന്ന അവസ്ഥ. പുറമേ ഒരു ചിരി ഉണ്ടെങ്കിൽ പോലും നമ്മൾ അസ്വസ്ഥതകളും ദുരിതപ്രയാസങ്ങളും കാണണമെന്ന് ആഗ്രഹിക്കപ്പെടുന്ന കണ്ണുകളാണ് ഇവരുടെ എന്നാണ് പ്രത്യേകത. അത്തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകുക. അതുപോലെ വിവാഹം, സന്താന ഗുണം ഇവയൊക്കെ വന്നു ചേരുകയും പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾക്ക് ഭാഗ്യാവസ്ഥ ഭാഗലം കടാക്ഷിക്കപ്പെടും. അതുപോലെ പ്രണയത്തിനും ചതിവുകൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ തസ്കരത്വം കൈവരിക്കും. നമ്മുടെ കൊടുക്ക വാങ്ങലുകളൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യണം. നമ്മൾ ഇന്ന് പണം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ തിരിച്ച് ലഭിക്കാതെ വരിക, അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ലഭിക്കപ്പെടണമെന്നില്ല. പലതായി തന്നെ മുറിച്ച് തരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നമുക്ക് സാമ്പത്തിക മെച്ചങ്ങൾ വളരെ കുറയും. എന്നാൽ കലാസാഹിത്യ രംഗത്ത്, സിനിമാ രംഗത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രൊജക്ടുകൾ ലഭിക്കപ്പെടുക, മികവുകൾ, കലാപരമായ മികവുകൾ വരുന്ന അത്തരത്തിലുള്ള സാമ്പത്തികം അല്ലെ പുതിയ പ്ലാറ്റ്ഫോമുകൾ ലഭിക്കപ്പെടുന്ന പുതിയ പ്രോജക്റ്റ് വർക്കുകൾ ഈ വർഷം തന്നെ തുടങ്ങി ഈ വർഷം തന്നെ തീർക്കുന്ന ഒരു കാലയളവ്. അതുകൊണ്ട് തന്നെ സമ്മാനങ്ങളും പ്രശസ്തിയും ഒക്കെ ലഭിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും വ്യാഴത്തിനും ശനിയാഴ്ച ദിവസവും നിങ്ങൾ വ്രതശുദ്ധി എടുക്കുക. അല്ലെ വ്യാഴാഴ്ച ദിവസം, ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി തന്നെ വ്യാഴഗ്രഹത്തിനും ശനിഗ്രഹത്തിനും ഗ്രഹശാന്തി കാര്യങ്ങളും ഈ ഗ്രഹത്തിന്റെ അഷ്ടോത്തര ജപം നടത്തുന്നതും, നരസിംഹ പൂജ കഴിയുക, അതുപോലെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണുവിന് പാൽപസ്, തുളസിമാല, വെണ്ണ വഴിപാട് കഴിക്കുക, രാജഗോപാലർച്ചന നരസിംഹ ക്ഷേത്രത്തിൽ കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഹനുമാൻ സ്വാമിയുടെ മന്ത്രം ഉപയോഗിക്കുക. ഹനുമാൻ സ്വാമിക്ക് വെണ്ണ, വെറ്റിലമാല, വടമാലയൊക്കെ വഴിപാടായിട്ട് കഴിക്കുന്ന അഭിഷ്ടകാല ദീപാവലം കടാക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ ക്രിസ്ത്യനായിട്ടുള്ള ആൾക്കാര് വ്യാഴാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും വ്രതശുദ്ധി എടുക്കുക. ശനിയാഴ്ച പ്രാർത്ഥനകൾ കഴിക്കുക. കുടുംബ പള്ളി ദർശനം നടത്തുക. സങ്കീർത്തനം 25, 27, 51 ഭാഗങ്ങളൊക്കെ വായിക്കുന്നതും, മാതാവിന്റെ പള്ളിയിൽ ദർശനം നടത്തുക. മാതാവിന്റെ പള്ളിയിൽ 51 മെഴുകുതിരി, 11 നാണയ സമർപ്പണ സാന്നിധ്യം കഴിക്കുക. മുസ്ലിമായിട്ടുള്ള സഹോദരന്മാര് സൂറത്ത് യാസിൻ ഭാഗം 52, 54 ഭാഗങ്ങൾ വായിക്കുക. ശനിയാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും വ്രതശുദ്ധി എടുക്കുക. അതുപോലെ നാണയ സമർപ്പണം, പട്ട് സമർപ്പണം ഒക്കെ കഴിക്കുന്നത് അഭിഷ്ടകാലത്തി ഭാഗം കടാക്ഷിക്കപ്പെടും. ഈ വ്രതശുദ്ധി കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒരിക്കലോടുകൂടി തന്നെ വ്രതശുദ്ധി എടുക്കുന്നതാണ് അഭിഷ്ടകാലത്തി ഭാഗം കടാക്ഷിക്കാൻ നല്ലത്. പുതുവർഷത്തിന്റെ 3 വീഡിയോയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നിങ്ങളുടെ പറഞ്ഞിരിക്കുന്ന നാള് പ്രകാരം പറഞ്ഞിരിക്കുന്ന കോമൺ ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രഹപരമായ മാറ്റങ്ങൾ, നിങ്ങളുടെ ജാതകപരമായ മാറ്റങ്ങളും, നിങ്ങൾക്ക് ഗുണങ്ങളും ദോഷങ്ങളും അസ്വസ്ഥതകളും ഒക്കെ തന്നെ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. അത് നമ്മുടെ ജാതകത്തെയും ഒക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്കിലും 27 നക്ഷത്ര ജാതകർക്കും സമ്മിശ്രപരമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് 2021 വർഷം സാമ്പത്തികപരമായ, ആരോഗ്യപരമായ, തൊഴിൽപരമായ ഗുണഫലങ്ങൾ കൈവരിക്കുന്നത്. ഈ പറഞ്ഞ ദോഷഫലങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടാകുന്നുവെങ്കിൽ ഈ പരിഹാരങ്ങൾ നിങ്ങൾ കഴിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മൂല്യങ്ങൾ ഉണ്ടാവട്ടെ, സാമ്പത്തികപരമായ, തൊഴിൽപരമായ ഗുണഫലങ്ങൾ കൈവരിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത അധ്യായത്തിൽ ജ്യോതിഷത്തിന്റെ പുതിയ പാഠത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം.